നമസ്കാരം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം മൗനം തുടരുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിലെ അതികായനായ EP ജയരാജൻ്റെ നിലപാടിൽ CPM ഇപ്പോൾ ആശങ്കയിലാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായ EP-യുടെ മൗനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെയും നന്നായി വേട്ടയാടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായുള്ള ഭിന്നത രൂക്ഷമായതോടെ കൺവീനർ സ്ഥാനം തെറിച്ച ജയരാജൻ വരും ദിവസങ്ങളിൽ എന്തെല്ലാം തുറന്നടിക്കുമെന്നാണ് ആശങ്ക. പാർട്ടി സമ്മേളന സമയത്ത് ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ നേരിടുക ദുഷ്കരമാണ്. അതിനാൽ കണ്ണൂരിലെ ചില പ്രമുഖ നേതാക്കൾ തങ്ങളുടെ വിശ്വസ്തരെ പങ്കെടുപ്പിച്ച് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. EP ഉന്നയിക്കാനിടയുള്ള ആരോപണങ്ങളെ ചെറുക്കലാണ് അജണ്ട. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജനെ മാറ്റിയത്. പിറ്റേന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ജയരാജന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ജയരാജൻ പ്രതിഷേധത്തിലായിരുന്നു. അതിനിടെ ആത്മകഥാരചന അവസാന ഘട്ടത്തിലാണെന്ന് വെളിപ്പെടുത്തിയതും CPM നേതൃത്വത്തെ ആശങ്കയിൽ ആഴ്ത്തുകയാണ്. കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതുമെന്നും ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. EP-ക്കെതിരായ നടപടിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനമുണ്ട്. ഇതിൽ നേതൃത്വത്തിന് മറുപടി പറയാനാകുന്നില്ല. ന്യായങ്ങൾ നിരത്തി നേതാക്കൾ തടിയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തിന് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കാനാവുന്നില്ല. അച്ചടക്ക നടപടി ഏതെങ്കിലും ഘടകത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലെന്നും അനീതിയുണ്ടെന്നുമാണ് ജയരാജൻ പക്ഷം പറയുന്നത്. പാർട്ടി സമ്മേളനത്തിൻ്റെ തലേന്ന് തനിക്കെതിരെ നടപടിയുണ്ടായത് ആസൂത്രിതമാണെന്ന് EP കരുതുന്നു. EP-യെ തരം താഴ്ത്താൻ MV ഗോവിന്ദനും P ജയരാജനും ഒത്തുകളിച്ചുവെന്ന ആരോപണം പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാണ്. വ്യക്തിപൂജയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപ്രീതിക്കിരയായ P ജയരാജൻ പാർട്ടിക്കുള്ളിൽ തിരിച്ചു വരാനുള്ള മാർഗമായിട്ടാണ് EP ജയരാജനെതിരായുള്ള കരുനീക്കങ്ങളെ കാണുന്നത്. ഗോവിന്ദനാകട്ടെ തൻ്റെ ബദ്ധവൈരിയായ EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. കണ്ണൂരിലെ അതികായനായ EP ജയരാജൻ പാർട്ടി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. ഇതിൽ ചിലത് പുറത്തുവിട്ടാൽ പലരെയും വീഴ്ത്താൻ ജയരാജന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്.